ഒന്നായിരുന്നു. തീർച്ചയായിട്ടും അത് നമ്മുടെ മീനാക്ഷി സ്കൂളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും അത് വലിയ വിജ്ഞാനപ്രദമാകുന്ന രീതിയിലേക്ക് ഉള്ള ഒരു അത്യാവശ്യം നല്ല രീതിയിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ കൊട്ടങ്കര ഗ്രാമപഞ്ചായത്തിലെ ആദരണീയായ പ്രസിഡന്റ് അധികം പ്രദർശനം ഇത്രയും സംഭവങ്ങൾ ഇത് എവിടെ സൂക്ഷിച്ചു വെച്ചിരുന്നു എന്നുള്ളതാണ് ഇതുവരെ പുറത്ത് കാണിക്കാതെ ഇതെങ്ങനെ സൂക്ഷിച്ചു വെച്ചു എന്നുള്ളതാണ്. അദ്ദേഹം ഇപ്പം നമ്മോടൊപ്പം ഇല്ല, അദ്ദേഹം മരണപ്പെട്ടു പോയി. ഷറഫുദ്ദീൻ, ഏറെ ആദരണീയനായ ഷറഫുദ്ദീൻ മരണപ്പെട്ടു. നമ്മളോടൊപ്പം ഇല്ലെങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ ഈ ഓർമ്മ പുതുക്കൽ എന്നുകൂടി നമുക്ക് പറയാം. ഇത് ഇത്രയും കളക്ഷൻ ഇപ്പോൾ ടീച്ചർ പറയുന്ന കുട്ടികൾ കണ്ടാൽ ഇന്ന് തീരുവോ എന്നറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കെല്ലാം ഇതൊരു പുത്തൻ അനുഭവമായിരിക്കും. പണ്ടത്തെ നാണയങ്ങളും കറൻസികളും ഒക്കെ നിങ്ങൾക്കൊന്നും പരിചയം കാണില്ല. അപ്പോൾ അതെല്ലാം ഇന്നിപ്പോൾ പരിചയപ്പെടാം. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുകയാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഓരോ മഹാന്മാരുടെ വചനങ്ങൾ എവിടെ വെച്ചിരുന്നു എന്നുള്ളത് ഞാൻ സംഭവം കുറച്ചേ ഉള്ളൂ. ഞാൻ സ്കൂൾ വിദ്യാർത്ഥിയായും വാപ്പ മിലാറ്റി അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് തന്നെ അങ്ങനെ കളക്ട് ചെയ്യുന്നു. പുള്ളിയാണ് ഇതിൻ്റെ 80% കളക്ട് ചെയ്യുന്നത്. മൊത്തം ഒരു 11 വർഷമായിട്ട് ഞാൻ കൈകാര്യം ചെയ്തു. ക്ലാസ് എടുക്കാനാണ് സത്യത്തിൽ വന്നത്. അപ്പോഴാണ് ടീച്ചർ പറഞ്ഞ് ഇങ്ങനെ ഒരു എക്സിബിഷൻ അവിടെ നടക്കുന്നുണ്ടെന്ന്. നമ്മൾ വന്ന് കണ്ടു. കുട്ടികൾ പഴയ കാലത്ത് നമ്മൾ അണയെന്നൊക്കെ പറയുന്ന ഇത്തരം നാണയങ്ങൾ മുതൽ ഓരോരുത്തർ ഓർമ്മയ്ക്കായിട്ട് പുറത്തിറക്കിയ സ്റ്റാമ്പുകൾ, ആദ്യകാല സ്റ്റാമ്പുകൾ, വലിയൊരു കളക്ഷൻ തന്നെയാണ് ഇവിടെ ഉള്ളത്. നമുക്കറിയാൻ പറ്റാത്ത കുറേയേറെ കാര്യങ്ങൾ ഇവരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കുട്ടികൾ തന്നെയാണ് ഇത് ബാക്കി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നത്. അവരിത്തരം കാര്യങ്ങൾ പഠിക്കുന്നതും നമ്മുടെ ചരിത്രത്തെക്കുറിച്ച് അവബോധം ഉണ്ടാകുന്ന ഒരു വലിയ കാര്യമാണ്. ഇതിനുവേണ്ടി മുൻകൈ എടുത്ത സ്കൂളിലെ എല്ലാവർക്കും അത് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് നന്ദി പറയണമെന്ന് തന്നെ തോന്നി. അപ്പം വളരെ മനോഹരമായ ഒരു എക്സിബിഷനാണ്. എല്ലാവരും കാണാൻ, കുട്ടികൾക്കെല്ലാം മനസ്സിലാക്കാനും കഴിഞ്ഞുള്ള സന്തോഷകരമായ അവസ്ഥയാണ്.
അവരൊന്നും ചിലര് നമ്മൾ കാര്യം അതൊക്കെ കയറുന്നത് അവിടെ നിന്ന് കാലഘട്ടത്തിലുള്ള സ്റ്റാമ്പുകളാണ്. ഞങ്ങളിതൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ഇതെല്ലാം കാണിച്ചു തന്ന് ഞങ്ങൾക്ക് ഇതിനെ പറ്റിയൊക്കെ അറിയാൻ പറ്റി. താങ്ക്സ്. എല്ലാവർക്കും നന്ദിയുണ്ട്. കാണാത്ത കാര്യങ്ങളൊക്കെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നത്. വിചാരിച്ചില്ലായിരുന്നു. എന്തായാലും കൊള്ളാം, സൂപ്പർ ആയിരുന്നല്ലോ. ഇത് പല രാജ്യത്തിന്റെ സ്റ്റാമ്പുകളും കോയിൻസും ഒക്കെയാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. ഓട്ടക്കാരണ, മുഗൾ സാമ്രാജ്യത്തിലെ കോയിൻസ്, അങ്ങനെ പല കോയിൻസുകളാണ് ഇതൊക്കെ. ഇതെല്ലാം കണ്ടതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരുപാട് തരം കോയിൻസ് ആണ് ഇവിടെ. ഞാൻ ഇവിടെ പഠിക്കുന്ന 8ാം ക്ലാസ് പഠിക്കുന്ന വനിത എന്ന് പറഞ്ഞ കുട്ടിയാണ്. ഇവിടെ കാണാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ട്. സ്റ്റാമ്പ്, പണ്ടുകാലത്തെ സ്റ്റാമ്പ്, ഇപ്പോഴുള്ള സ്റ്റാമ്പും, പിന്നെ പണ്ടുകാലത്ത് നമ്മൾ കാണാതിരിക്കുന്ന നാണയങ്ങൾ, പിന്നെ ഈ സ്റ്റാമ്പിനകത്ത് നമ്മുടെ മലയാളികൾ, പിന്നെ അതിനപ്പുറം രാജ്യങ്ങളിലെ സ്റ്റാമ്പുകളെല്ലാം കാണാൻ പറ്റി. നല്ല അടിപൊളിയായുള്ള ഒരു ഗംഭീരമായ ഇതായിരുന്നു. പിന്നെ നമ്മുടെ പണ്ടത്തെ